Meet the editors. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിന് പിന്നാലെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും സമരം തുടരുകയാണ്. അതിദാരുണ കൊലപാതകത്തിന് ശേഷവും ക്യാമ്പസിൽ മതിയായ സുരക്ഷ ഒരുക്കാൻ സർക്കാരോ ആശുപത്രി അധികൃതരോ തയ്യാറായിട്ടില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. ബംഗാൾ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് കൽക്കട്ട ഹൈക്കോടതിയും വിമർശിച്ചു. കേസിൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്തു. സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നാളെ IMA രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, പ്രതിഷേധത്തിൻ്റെ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നാളെ രാജ്യത്ത് മുഴുവനായിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ ആശുപത്രികളും നാളെ സ്തംഭിക്കുന്ന അവസ്ഥയാണ്. IMAയുടെ വലിയ സമരമുണ്ട്. ഇപ്പോൾ ബംഗാളിലാണ് ആദിൽ പാലോട് നമ്മളുടെ റിപ്പോർട്ടർ വാർത്താ സംഘവും ഉള്ളത്. നമ്മൾ കണ്ടപ്പോൾ വിദ്യാർത്ഥികൾ നമ്മളോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? അവിടെ കണ്ടപ്പോൾ ആദിൽ പാലോടിന് ബോധ്യപ്പെട്ടത് എന്തൊക്കെയാണ്? ഈ കാണുന്ന ദൃശ്യങ്ങൾ അല്പസമയം മുമ്പ് ബംഗാളിൽ നടന്ന തത്സമയ ദൃശ്യങ്ങൾ, ഡൽഹിയിൽ നടന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. ആദിൽ പാലോട്, ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടുത്തെ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇനി ജോലിയിൽ തുടരാനാവുക? എന്ത് സുരക്ഷയാണ് ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്തുള്ളത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രതിഷേധിക്കുന്ന ഓരോ ആരോഗ്യ പ്രവർത്തകരും ചോദിക്കുന്നത്. ആ നിലയിൽ പ്രതിഷേധം ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ തത്സമയം കാണുന്ന കാഴ്ച. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇപ്പോഴും സമരം തുടരുന്നുണ്ട്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ സമരം നടത്തുകയാണ് ആരോഗ്യ പ്രവർത്തകർ. ഒപ്പം CBIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. CBI ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപ് ഇവിടെ എത്തിയിരുന്നു. ഇവിടുന്ന് ഉദ്യോഗസ്ഥർ മടങ്ങിയപ്പോൾ വി വാണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യങ്ങളാണ് ആരോഗ്യ പ്രവർത്തകർ മുഴക്കിയത്. നീതി വേണം എന്നതിൽ സംശയമില്ല. അതെങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് ചോദ്യം. അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോഴും സംശയമുള്ളത്. ഇപ്പോഴും മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് അതോടൊപ്പം കൃത്യമായൊരു ലക്ഷ്യത്തിലേക്ക് ഇനിയും അന്വേഷണം എത്തിയിട്ടില്ല എന്നത് വ്യക്തമാണ്. കൂട്ടബലാത്സംഗത്തിനിരയായിട്ടുണ്ട് ഈ വിദ്യാർത്ഥിനി എന്ന കാര്യത്തിൽ, ജൂനിയർ ഡോക്ടർ എന്ന കാര്യത്തിൽ CBIക്ക് തന്നെ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് എങ്ങനെ ആ നിലയിലേക്ക് അന്വേഷണം പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന നിലയിലുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. എന്താകും ഇനിയുള്ള അന്വേഷണത്തിന്റെ പുരോഗതി എന്നതാണ് അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, ഇവിടെയുള്ള ഡോക്ടർമാർ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരു മാനിപ്പുലേഷന് ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടുത്തെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിലെ അധികൃതർ എന്തുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തി എന്ന ചോദ്യം, അതിന് കൃത്യമായ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. വീട്ടുകാരെ അറിയിക്കുമ്പോൾ തന്നെ വീട്ടുകാരോട് ആത്മഹത്യ നടന്നു എന്നതാണ് ആദ്യം അറിയിച്ചത്. അതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യമുണ്ട്. ഒപ്പം ഈ സഞ്ജയ് റോയിൽ മാത്രം എന്തുകൊണ്ട് അന്വേഷണം നിൽക്കുന്നു, അവിടെ നിന്ന് എന്തുകൊണ്ട് ഒരു പുരോഗതിയിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യമുണ്ട്. ഇതിനൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, അപ്രതീക്ഷിതമായി ഇവിടെ വലിയൊരു ആൾക്കൂട്ടം എത്തി ഹോസ്പിറ്റലിലേക്ക് അതിക്രമിച്ചു കടക്കുകയും അത്യാധുനിക സംവിധാനങ്ങളും ഉപകരണങ്ങളും അടിച്ചു തകർക്കുകയും ചെയ്തു. അതിലിപ്പോൾ 25 പേരെ കൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിന് സംഭവിച്ചു, ഇതിന്റെ പിന്നിൽ ആരാണ് എന്നിങ്ങനെയുള്ള നിരവധിയായ ചോദ്യങ്ങൾ കുരുക്കഴിയാത്തൊരു കുരുക്കായി, ദുരൂഹമായ സംഭവങ്ങളായി ഈ ബലാത്സംഗത്തിനിരയായുള്ള കൊലപാതകത്തിന് പിന്നാലെ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ കാണാം. ഈ രാത്രിയിലും 10 മണിയോട് അടുക്കുകയാണ്. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, ഇവിടെയുള്ള ഡോക്ടർമാർ, ഇവിടെ അടുത്ത് ഇവിടെയുള്ളത് മാത്രമല്ല, പരിസരത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും, മെഡിക്കൽ കോളേജുകളിൽ നിന്നും, ആശുപത്രികളിൽ നിന്നുമുള്ള ആരോഗ്യ പ്രവർത്തകർ ഇവിടെ എത്തി ഇവിടെയുള്ളവർക്ക് സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണുള്ളത്. രാഷ്ട്രീയ വിവാദങ്ങളും സജീവമാണ്. ഇന്ന് മമതാ ബാനർജി ഈ കൊലപാതകത്തിനെതിരെ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ പദയാത്ര നടത്തി രംഗത്തെത്തിയിരുന്നു. ഇവിടെ സമീപത്ത് വനിതാ പ്രവർത്തകരോടൊപ്പം, തൃണമൂൽ കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരോടൊപ്പം പദയാത്ര നടത്തിയിരുന്നു. അവർ ആവശ്യപ്പെടുന്നത് ഈ ഞായറാഴ്ചയ്ക്കുള്ളിൽ, ഇനി 2 ദിവസമേ ഉള്ളൂ, ഞായറാഴ്ചയ്ക്കുള്ളിൽ ഒരു അന്വേഷണം കൃത്യമായി നടത്തി അത് അവസാനിപ്പിച്ചൊരു തീരുമാനത്തിലേക്ക്, കണ്ടെത്തലുകളിലേക്ക്, പൂർണ്ണതയിലേക്ക് എത്തണം എന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഇപ്പോൾ താങ്ക് യു. ആദിൽ പാലോട്, റിപ്പോർട്ടറുടെ വാർത്താ സംഘമാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് നിന്നും തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സുജയ, ഇതിലിപ്പോൾ മമതാ ബാനർജി പദയാത്ര നടത്തുന്നു, മമതാ ബാനർജി തെരുവിലിറങ്ങി പറയുന്നു വധശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നു.
മമതാ ബാനർജിയുടെ പോലീസല്ലേ ഇത് അന്വേഷിക്കേണ്ടത്? മമതാ ബാനർജിയുടെ സ്വന്തം സ്റ്റേറ്റിലല്ലേ ഇത് നടന്നത്? ഈ പ്രതി സഞ്ജയ് റോയിക്ക് എന്തോ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നയാളും അതിൽ നടന്ന ഗൂഢാലോചനയും വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പദയാത്ര നടത്തി ഈ പൊതുസമൂഹത്തിന്റെ മധ്യത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചിട്ട് എന്ത് പ്രയോജനം? മുഖ്യമന്ത്രിയാണെന്ന് മമതാ ബാനർജി മറന്നുപോയി എന്ന് തോന്നുന്നു. കാരണം ഭരിക്കുന്നത് വേറെ ഏതോ പാർട്ടിയാണ്, കോൺഗ്രസോ CPIM BJP ഭരിക്കുന്നു. അതിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത് പോലെയാണ് ഇന്ന് മമതാ ബാനർജിയുടെ ഗിമ്മിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് വേറെ സ്വകാര്യ വ്യക്തിയുടേതൊന്നുമല്ലല്ലോ, സർക്കാരിൻ്റെയാണ്. ഒരു സർക്കാർ സംവിധാനത്തിൽ, അതും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സെമിനാർ ഹാളിൽ, അവിടെ വെച്ചാണ് ഈ യുവതി പീഡനത്തിനിരയാകുന്നത്. ക്രൂര ബലാത്സംഗത്തിനാണ് ഇരയായത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 9 പുലർച്ചെ നടന്ന 2:30 വരെ അവർ കൊളീഗ്സിനൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അസ്യൂം ചെയ്യുന്നത് പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിലാണ് ഈ ബലാത്സംഗവും കൊലപാതകവും ഒക്കെ നടന്നതെന്നാണ്. അപ്പോൾ നെഞ്ചുരോഗ വിഭാഗത്തിൽ PG ട്രെയിനിയായ ഈ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്നതിൽ CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം, ആദ്യം ഇത് ആത്മഹത്യയായിരുന്നു കേട്ടോ, അതുകൂടി പറയണം. മമതാ ബാനർജിയുടെ പോലീസും മമതാ ബാനർജിയുടെ ഈ സർക്കാർ ആശുപത്രിയിലെ ബന്ധപ്പെട്ട അധികൃതരും പറഞ്ഞത് ആത്മഹത്യ എന്നാണ്. അങ്ങനെയാണ് കുടുംബത്തെ അറിയിച്ചതും. കോളേജിലെ സെമിനാർ ഹാളിൽ അർദ്ധനഗ്നമായ നിലയിൽ മരിച്ച് ഈ കുട്ടി കിടക്കുമ്പോൾ ഈ സഹപാഠികൾ അത് കണ്ടെത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ട്രോമ എത്രമാത്രമായിരിക്കും. അവർക്കൊപ്പം 2:30 വരെ ഉണ്ടായിരുന്നതാണ് ഈ കുട്ടി. അതിനുശേഷം ഒന്ന് വിശ്രമിക്കുന്നതിനായി പോയതാണ്. വേറെ വിശ്രമ മുറികളൊന്നുമില്ല. അതുകൊണ്ട് സെമിനാർ ഹാളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ആശുപത്രിയുടെ ഒരു അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് നോക്കൂ. ഈ സുരക്ഷയൊന്നും ഒരുക്കാതെ ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടതിന് ശേഷം വന്ന് കാണിക്കുന്ന ഈ ഗിമ്മിക്കുണ്ടല്ലോ, അത് മമതാ ബാനർജി കാണിച്ചത് അങ്ങേയറ്റം വൃത്തികേടായിപ്പോയി. അത് അങ്ങനെ തന്നെ നമ്മൾ പറയണം. ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അല്ല നമ്മൾ ഇതിനെ എടുക്കുന്നത്. അത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, അതും ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ, സ്ത്രീകൾക്കെതിരായ അവകാശ പോരാട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വാളെടുത്തിറങ്ങുന്ന മമതാ ബാനർജി ഒരു പെൺകുട്ടിയെ കൊന്നതിന് ശേഷമാണ് വന്ന് CBIയോട് പറയുന്നത് വധശിക്ഷ കൊടുക്കണമെന്ന്. അവർക്ക് ജീവന് സുരക്ഷ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ പെൺകുട്ടിയുടെ അഭയ എന്നാണ് അവരെ ഇപ്പോൾ വിളിക്കുന്നത്, നിർഭയയ്ക്ക് ശേഷമുള്ള അഭയ. അപ്പോൾ ജസ്റ്റിസ് ഫോർ അഭയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. നമുക്ക് അപ്പോൾ അഭയ എന്ന് തന്നെ വിളിക്കാം. അഭയയെക്കുറിച്ച് അഭയയുടെ അച്ഛൻ പറയുന്ന ഒരു പ്രതികരണം ഞാൻ കണ്ടു. ഡോക്ടർ ഓഫ് മെഡിസിൻ, അതായത് MD പരീക്ഷയിൽ 1ാമതായി വന്നിട്ട് എനിക്ക് സ്വർണ്ണ മെഡൽ നേടണം. അവൾ കുറച്ച് ദിവസം മുൻപ് എഴുതിയ ഡയറി കുറിപ്പാണ്. അങ്ങനെ എഴുതി വെച്ചിരുന്ന അംബീഷ്യസായ ഒരു പെൺകുട്ടിയുടെ ജീവനാണ് ഇല്ലാതായത്. പഠിച്ചത് മുഴുവൻ അവളൊരു നേട്ടത്തിലേക്ക് എത്തുന്നതിന്, അല്ലെങ്കിൽ ഏറ്റവും നന്നായി 1ാമതായി പാസ്സാകണമെന്ന് ആഗ്രഹിച്ച ഒരു പെണ്ണിനെയാണ് ഇതുപോലെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നത്. ഈ മാതാപിതാക്കളോട് ആശുപത്രി അധികൃതർ പറഞ്ഞതിനെക്കുറിച്ചും ആ അച്ഛൻ പറയുന്നുണ്ട്. CBIക്ക് ഇതെല്ലാം മൊഴി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണ പരിധിയിൽ വരും. ഇപ്പോൾ ഈ വലിയ ഡ്രാമ കാണിക്കുന്ന മമതാ ബാനർജി തന്നെ ഇക്കാര്യത്തിനൊക്കെ മറുപടി പറയേണ്ടിയും വരും. അടുത്ത ഞായറാഴ്ചയ്ക്കകം കുടുംബത്തിന് നീതി കിട്ടണമെന്നൊക്കെ CBIയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്തതെന്ന് കൊൽക്കത്ത ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ അടക്കം എല്ലാവരും, ഇപ്പോൾ പ്രിൻസിപ്പൽ മാറി വന്നിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്തായാലും മുൻ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സംഭവത്തിൽ ഒരു പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CBIയുടെ അന്വേഷണത്തിൽ ഒന്നിലേറെ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം മുന്നിലുണ്ട്. എന്തുകൊണ്ട് ഇത് ആദ്യം ആത്മഹത്യയായി? കോളേജ് അധികൃതരും കൂടി അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ആളുകൾ കൂടി ഉൾപ്പെട്ടാണോ ഈ സംഭവമൊക്കെ നടന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം 2:30 വരെ ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 3 മണിക്കും 5 മണിക്കും ഇടയിൽ ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഒപ്പം നിന്നത്? അതിലേക്ക് അന്വേഷണം നീങ്ങണം. പിന്നെ കൊലയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഈ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ശേഷം ആശുപത്രിയിലെ അധികൃതരോ ബന്ധപ്പെട്ട വകുപ്പിലെ ആളുകളോ ആരും നേരിട്ട് പരാതി നൽകാൻ പോയിട്ടില്ല. അതാണ് ഇതിനകത്തെ ഐറണി എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ടാണ് കുടുംബം സംസാരിക്കുന്നത്. അവർ പറയുന്ന ക്രൂരമായ ബലാത്സംഗമാണ്. സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ കടുത്ത രക്തസ്രാവത്തോടു കൂടിയാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. 2 ചെവികളും മുറിഞ്ഞു പോയിരിക്കുന്നു. പിന്നെ കഴുത്തിൽ പാടുകൾ മാത്രമല്ല, എല്ല് പൊട്ടിക്കിടക്കുന്നു ക്രൂരമായി. അതായത് ബലാത്സംഗം എന്നല്ല, അതിനപ്പുറം ആ പെൺകുട്ടിയെ എത്രമാത്രം വേദനിപ്പിച്ചാണ് കൊന്നത് എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. ഇനിയിപ്പോൾ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അഡീഷണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുപർണ ഗോസ്വാമി ഒരു കാര്യം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കൂട്ടബലാത്സംഗമാണ്, ഒരാളാണ് ഒരു പ്രതിയാണെന്ന് സീറോയിൻ ചെയ്യാൻ കഴിയില്ല. അതിന് കാരണമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 150 മില്ലിഗ്രാം ബീജമാണ് ഈ പെൺകുട്ടിയിൽ നിന്ന് കണ്ടെടുത്തത് പോസ്റ്റ്മോർട്ടം വേളയിൽ. അപ്പോൾ ഒന്നിലധികം പേർ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ നിന്ന് ശ്വാസം മുട്ടിച്ചാണ് കൊന്നതെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഈ കുറ്റകൃത്യം എന്ന് പറയുന്നത് സംഘടിതമായി ഈ പെൺകുട്ടി അവിടേക്ക് വിശ്രമിക്കാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട് നടപ്പാക്കിയതാണ് എന്ന തരത്തിലുള്ള എല്ലാ സൂചനകളും നമ്മുടെ മുന്നിലുണ്ട്. അരുണ ഷാൻബാഗിന്റെ കാര്യം ഡോക്ടർ അരുൺ ഓർമ്മയുണ്ടാകുമല്ലോ. 1973 ഇൻസിഡന്റ്. അരുണ ഷാൻബാഗിനെ അന്ന് 25 വയസ്സേ ഉള്ള പ്രായം. അന്ന് പട്ടിയെ പൂട്ടുന്ന ചങ്ങലയിട്ട് കഴുത്തിൽ ശ്വാസം മുട്ടിക്കുകയാണ് ചെയ്തത്.
ചെയ്തത്. അവർക്ക് 42 വർഷം അതിൻ്റെ വേദനയുമായി എത്ര ദുഷ്കരമായിരുന്നു അവരുടെ ജീവിതം എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. 67ാമത്തെ വയസ്സ് വരെ 42 വർഷമാണ് അവരങ്ങനെ ജീവിച്ചത്. ഈ പെൺകുട്ടിയെ പക്ഷേ അങ്ങ് ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു. അതുപോലെ അരുണയ്ക്കേറ്റതുപോലെ തന്നെയുള്ള ഒരു ക്രൂരതയ്ക്കാണ് ഈ പെൺകുട്ടിയും ഇരയായത് എന്ന് പറയുന്നതിനാണ് ഞാൻ അരുണയുടെ ഇൻസിഡന്റ് ഒന്ന് ഓർമ്മിപ്പിച്ചത്. കൊൽക്കത്ത ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് CBI ഏറ്റെടുത്തത്. അല്ലാതെ മമതാ ബാനർജി ഇപ്പോൾ വലിയ വിളിച്ചു പറയുന്നത് കേട്ടാൽ തോന്നും മമതാ ബാനർജി CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടാണെന്ന്. അങ്ങനെയല്ല, കൊൽക്കത്ത ഹൈക്കോടതിയാണ് CBI അന്വേഷണം ഏറ്റെടുക്കാൻ പറഞ്ഞത്. ഫോറൻസിക് വിദഗ്ധരടക്കം ആ സംഘത്തിലുണ്ട്. പിന്നെ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരവുമായിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ കുടുംബം നല്ല വൃത്തിയുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. പണം വേണ്ട, ഞങ്ങൾക്ക് നീതിയാണ് വേണ്ടത്, സർക്കാരിന് നഷ്ടപരിഹാരമൊന്നും വേണ്ട, അത് ഞങ്ങളുടെ മകളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കുമെന്നാണ് ഈ പെൺകുട്ടിയുടെ അച്ഛനും കുടുംബാംഗങ്ങളും ഒക്കെ പ്രതികരിച്ചത്. നമ്മൾ ഈ ആരോഗ്യ പ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ അവരുടേത് എപ്പോഴും സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡെഡിക്കേറ്റഡായി അവർ ചെയ്യേണ്ട ഒരു ജോലിയാണ് എന്ന് പറയും. നമ്മളായാലും ആരായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെയോ പ്രവർത്തകയുടെയോ സഹായമില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. ജനിക്കുമ്പോൾ മുതൽ നമ്മളെ ആരാണ് സെർവ് ചെയ്യുന്നത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ ആദ്യം എടുക്കുന്നത് തൊട്ട് ആരോഗ്യ പ്രവർത്തകരുടെ സേവനം മരണം വരെ നമ്മുടെ ഒപ്പമുണ്ട്. അങ്ങനെയുള്ള അവരെ അരക്ഷിതമായ അക്രമാസക്തമായ ഒരു തൊഴിൽ സാഹചര്യത്തിലാണോ ഇട്ടിരിക്കുന്നത്? അങ്ങനെയാണോ അവർ രാജ്യത്ത് ജോലി ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലാർജർ ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ കഴിഞ്ഞ വർഷം മെയ്യിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് ആക്രമിക്കപ്പെട്ടത്? അപ്പോൾ അന്ന് വന്ദനയുടെ അച്ഛൻ ചോദിച്ച ആ ചോദ്യം ഇവിടെ ഈ അഭയയുടെ കാര്യത്തിൽ നിലനിൽക്കുകയാണ്. അന്ന് വന്ദനയുടെ അച്ഛൻ ചോദിച്ചത് ആതുര സേവനത്തിനായിട്ടാണ് ഞാൻ എൻ്റെ മകളെ അയച്ചത്, ശവപ്പെട്ടിയിലാണോ നിങ്ങൾ തിരിച്ചയക്കുന്നതെന്നാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഈ പെൺകുട്ടിയുടെ പഠനം പൂർത്തിയാകാൻ ഇനി അധികം സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ ഇന്ന് ഇക്കാര്യത്തിൽ എന്താണ് ഗവർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കേന്ദ്രത്തിന് റിപ്പോർട്ട് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണെന്നാണ് മമതാ ബാനർജി ഇന്ന് റാലി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവർണർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. പ്രതിഷേധത്തിലേക്ക് കേരളവും കടന്നിരിക്കുകയാണ്. ഒപ്പം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ സർക്കുലറൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഇത് ക്രൈം ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യാത്തതിലൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലറും വന്നിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണം എന്നുള്ളതാണ് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് എല്ലാം ആവശ്യപ്പെടുന്നത്. അത് ആരോഗ്യ മന്ത്രാലയത്തെയും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ MBBS വിദ്യാർത്ഥികളുടെയും ഹൗസ് സർജന്മാരുടെയും പണിമുടക്കായിരുന്നു. അത് നാളെ രാവിലെ ആകുമ്പോഴേക്കും ജോലി ബഹിഷ്കരണത്തിലേക്ക് പോകും. OP ഉണ്ടാകില്ല. സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല, സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഒന്നും OP ഉണ്ടാകില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കൊൽക്കത്ത ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം ഇതിൽ വളരെ പ്രസക്തമാണ്. നമ്മുടെ ഈ ചോദ്യത്തിനുള്ള മറുപടിയായി ഞാൻ അത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് സർക്കാർ സംവിധാനത്തിന്റെ ഒരു സർക്കാർ ആശുപത്രിയിൽ നടന്ന ഒരു സംഭവം. അതിൽ ആദ്യം എടുത്ത നിഷ്ക്രിയത്വം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇത് സമ്പൂർണ്ണമായ ഒരു പരാജയം അത് സ്റ്റേറ്റിനുണ്ടായിട്ടുണ്ട് എന്നത് ക്ലിയർ ആണ്. പിന്നെ അക്രമങ്ങളെ ഭയക്കാതെ ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് മറ്റാരുമല്ല, ഈ പ്രതിഷേധിക്കാൻ നടക്കുന്ന മമതാ ബാനർജിയുടെ സർക്കാരാണ്. അത് ഏത് സംസ്ഥാനത്തായാലും ആ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ജാഗ്രതയ്ക്കൊപ്പം തന്നെ ഇപ്പോഴുണ്ടായതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി CBIയോട് കൽപ്പിക്കാനൊന്നും നിൽക്കേണ്ട. അക്കാര്യത്തിൽ ബുധനാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ കോടതി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മമതാ ബാനർജിക്ക് പറഞ്ഞു തരും. മമതാ ബാനർജി ഇനി ഇപ്പോൾ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും വെളുക്കില്ല, ചെയ്തിരിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ചോദ്യം മമത പരാജയമോ എന്നാണ്. പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക തോൽവിയായിപ്പോയി. ഈ വിഷയത്തിൽ മാ മതി മാനുഷ് എന്നാണ് മമതാ ബാനർജിയുടെ പാർട്ടിയുടെ മുദ്രാവാക്യം. മാ മതി മാനുഷ്. ഏതെങ്കിലും തരത്തിൽ ആ മുദ്രാവാക്യത്തോട് കൂറുണ്ടെങ്കിൽ മമതാ ബാനർജി രാജിവെക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഞാൻ ഇത്ര രൂക്ഷമായി പറയാനുള്ള കാരണം, ഇന്ന് ഈ സംഭവം നടന്നതിന് ശേഷം അച്ഛൻ CBIക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയും അതിനുശേഷം മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട സൂചനകളുമുണ്ട്. അതിൽ ആ പരാജയം സമ്പൂർണ്ണമായി നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. സംഭവ ദിവസം, അതായത് 6-ാം തീയതി അല്ലേ, 9-ാം തീയതി രാവിലെ 8:10 വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടി ഡ്യൂട്ടിക്ക് പോകുന്നത്. ഓപ്പറേഷൻ ഡ്യൂട്ടി ആയിരുന്നു. ചെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ PG വിദ്യാർത്ഥിനിയായിരുന്നു ഈ കുട്ടി. ഓപ്പറേഷൻ എമർജൻസി വാർഡിൽ പോയി ചെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തുടർച്ചയായി ഡ്യൂട്ടി ചെയ്യുന്നു. 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞും ആ ഡ്യൂട്ടിയിൽ തുടരാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് ഒരു കാര്യം കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയണം. ഇത്തരം ആശുപത്രികളിൽ 36 മണിക്കൂർ ഡ്യൂട്ടിക്കിടുന്ന ഒരു സാഹചര്യമുണ്ട് PG ഡോക്ടർമാരെ. ഇത് കേരളത്തിലടക്കമുണ്ട് എന്നാണ് ചില ഡോക്ടർമാരെന്തെങ്കിലും ഇന്ന് സൂചിപ്പിച്ചത്. മാത്രമല്ല റെസിഡൻറ്റ് മാനുവലിലടക്കം 30 മണിക്കൂർ, 24 മണിക്കൂർ കൂടാതെ 30 മണിക്കൂർ വരെ തുടർച്ചയായി PG ഡോക്ടർമാരെ ഡ്യൂട്ടിക്കിടാം എന്ന് എഴുതി ചേർക്കുക കൂടി ചെയ്തിട്ടുണ്ട് കേരളമടക്കം. പക്ഷേ കേരളത്തിൽ അത്രയും സമയമൊന്നും PG ഡോക്ടർമാരെ ഡ്യൂട്ടിക്കിടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നും ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ രാവിലെ 8:10 ഡ്യൂട്ടിക്ക് പോയി 8:10 മുതൽ വൈകുന്നേരം 11:15 വരെ ഈ പെൺകുട്ടി അവിടെ ഡ്യൂട്ടി ചെയ്യുകയും
വരികയും ആ 11:15 കൂടി വീട്ടിലേക്കൊരു കോൾ വിളിക്കുകയും ചെയ്തു. അതാണ് ലാസ്റ്റിലെത്തിയ കോൾ, രാത്രി 11:15 കോൾ. പക്ഷേ അതിനുശേഷവും അവർക്ക് അവിടെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നു. രാത്രിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റ് അധ്യാപകരും ഒപ്പം തന്നെ ഡോക്ടർമാരുമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം രാത്രി ഒരു മണിയോടുകൂടി 12:30 മണിയോടുകൂടി അല്പം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവർ സെമിനാർ ഹാളിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കണം, ഇത് 1958 സംസ്ഥാന സർക്കാരിനെ കൈമാറിയ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്. ഇപ്പോൾ അതൊരു സർക്കാർ ആശുപത്രിയാണ്. ഏറ്റവും പഴക്കം ചെന്ന സർക്കാർ ആശുപത്രികളിലൊന്ന്. 1886 ഈ RG കർ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത്. അന്ന് സ്ഥാപിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും പിന്നീട് അത് സംസ്ഥാന സർക്കാരിന് കൈമാറുന്നു 58. അന്ന് മുതൽ ഇങ്ങോട്ട് RG കർ ആണ് കൊൽക്കത്തയിൽ ഏറ്റവും തിരക്കേറിയ ഒരു വലിയ മെഡിക്കൽ കോളേജ്. ആ RG കർ മെഡിക്കൽ കോളേജിൽ ഈ PG വിദ്യാർത്ഥിനികൾക്ക്, PG ഡോക്ടർമാർക്ക് ആവശ്യത്തിന് വിശ്രമിക്കാനുള്ള സാഹചര്യമില്ല, ശുചിമുറികളില്ല, വേണ്ടത്ര സുരക്ഷയില്ല. ഇന്ന് അവിടുത്തെ ഒരു വിദ്യാർത്ഥിനി എന്നോട് പറഞ്ഞത്, അവിടെ ആർക്ക് വേണമെങ്കിലും കയറിപ്പോകാം, കയറി തിരിച്ചു പോകാം, യൂണിഫോം ഇല്ല, സുരക്ഷാ സംവിധാനങ്ങളില്ല. ഇപ്പോൾ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്ന സഞ്ജയ് റോയ് എന്ന് പറയുന്നയാൾ പോലും ഈ RG കർ മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റാഫേ അല്ല, അവിടെ നിയോഗിക്കപ്പെട്ട വോളണ്ടിയർ അല്ല, മറ്റേതോ ഒരു സ്ഥലത്ത് നിയോഗിക്കപ്പെട്ട വോളണ്ടിയർ അവിടേക്ക് എത്തുകയാണ്. അപ്പം അങ്ങനൊരു വോളണ്ടിയർ RG കർ ആശുപത്രിയിൽ ജോലി ചെയ്യാത്ത ഒരാൾക്ക് എളുപ്പം എമർജൻസി മെഡിസിൻ്റെ കെട്ടിടത്തിൽ വരാനും ചെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനും അവിടെ സെമിനാർ ഹാളിലേക്ക് ആക്സസ് ചെയ്യാനും സാധിച്ചു. ഇതെങ്ങനെ? അപ്പോൾ ആദ്യത്തെ പരാജയം, ഇത്തരമൊരു മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നില്ല. 2, വേണ്ടത്ര ശുചിമുറികൾ ഒരുക്കി കൊടുക്കുന്നില്ല. അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി സെമിനാർ ഹാളിനെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. 36 മണിക്കൂറിലധികം ഇവർ പണിയെടുത്ത് വളരെ ടയേർഡായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. 5, വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കുന്നില്ല. 6, ഈ അപകടം നടക്കുന്നതാവട്ടെ രാത്രി 3 മണിക്കും 5 മണിക്കും ഇടയിലാണ് എന്നാണ്, പുലർച്ചെ 5 മണിക്കും ഇടയിലാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പുലർച്ചെ ഈ മെഡിക്കൽ കോളേജിൽ സെമിനാർ ഹാളിൽ ഈ പെൺകുട്ടി ഈ സെമിനാർ ഹാളിൻ്റെ മധ്യത്തിലായി അർദ്ധനഗ്നയായി ശരീരമാസകലം രക്തവും ഒലിപ്പിച്ച് വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കിടക്കുന്നത് കാണുന്ന ആ RG മെഡിക്കൽ കോളേജിലെ അധ്യാപകർ കൊടുത്ത ആദ്യത്തെ മൊഴിയിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് ആത്മഹത്യയാണ് എന്നാണ്. അതായത് ക്രൂരമായ കൊലപാതകമാണെന്ന് ഒറ്റ ദൃഷ്ടിയിൽ തന്നെ തോന്നുമ്പോഴും അത് ആത്മഹത്യയാണ് എന്ന നിലപാട് എന്തുകൊണ്ടാണ് RG കർ മെഡിക്കൽ കോളേജ് എടുത്തത്? അതാണ് അടുത്ത വീഴ്ച. ഈ സാഹചര്യത്തിൽ അവിടെ കോർഡൺ ചെയ്യേണ്ടതാണ്. ആ പ്രദേശം മുഴുവൻ വളരെ പെട്ടെന്ന് സെക്യൂരിറ്റി വലയത്തിനുള്ളിലാക്കേണ്ടതാണ്. അതാക്കിയില്ലെന്ന് മാത്രവുമല്ല, 7000-ഓളം വരുന്ന പാർട്ടി പ്രവർത്തകർ ആ സ്ഥലത്തേക്ക് ഇരച്ചെത്തി സംഘടിച്ചെത്തി ആശുപത്രി തകർക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥിനികളുടെ സുരക്ഷയെ തന്നെ അവർ ചോദ്യം ചെയ്യുന്നു. ആ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അതിക്രമിച്ച് നടക്കുന്നു. അതിനുശേഷവും കാര്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല. ഒടുവിലാണ് ഈ സഞ്ജയ് റോയിലെ പിടിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയല്ല, അതൊരു കൂട്ട ബലാത്സംഗത്തിൻ്റെതായ സൂചനകളുണ്ട് എന്ന് രക്ഷിതാക്കൾ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ധരിച്ചു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്? ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് തിടുക്കപ്പെട്ടൊരു കൊലപാതകത്തെ ആത്മഹത്യയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത്? പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. അത് മമതാ ബാനർജി തന്നെ മറുപടി പറഞ്ഞേ മതിയാവൂ. അതിലും വലിയ ഗുരുതരമായ കുറ്റമാണ് ഈ ആശുപത്രിയിലേക്ക് പാർട്ടി പ്രവർത്തകർ നടത്തിയ മാർച്ചും ആ മാർച്ചിൽ വീണ്ടും അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ സഹപാഠികളെ അടക്കം ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞതും. അത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ്. അതിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും മമതാ ബാനർജി ഉത്തരവാദിയാണ്. ആ അർത്ഥത്തിൽ മമതാ ബാനർജി ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആശുപത്രി സംരക്ഷിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആരോഗ്യമേഖല അടച്ചു പൂട്ടണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. ഇത്രയും രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് മമതാ ബാനർജി. ഈ വിഷയത്തിൽ മമതാ ബാനർജി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അവിടെ വേണ്ടിയിരുന്നത് കരുത്തുറ്റൊരു ഭരണാധികാരിയുടെ വളരെ തിടുക്കപ്പെട്ടിട്ടുള്ള നീക്കങ്ങളായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല എന്നതാണ്. മറ്റൊരു വാർത്ത കേൾക്കുന്നത്, ഇതിലൊരു തൃണമൂൽ കോൺഗ്രസിൻ്റെ MLC മെമ്പറുടെ മകൻ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെ രാഷ്ട്രീയ ബന്ധം കൂടി ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടിവായിക്കണം. അച്ഛൻ പറഞ്ഞിരിക്കുന്ന പരാതിയിൽ പറയുന്ന ചെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ സംശയിക്കേണ്ടതുണ്ട് എന്നാണ്. അതിൽ തന്നെ ചില നേരത്തെയും ഈ പെൺകുട്ടിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ RG കർ മെഡിക്കൽ കോളേജിൽ നടന്നത് ഡൽഹിയിലെ നിർഭയയ്ക്ക് സമാനമായ, ഒരുപക്ഷെ അതിനും മുകളിൽ നിൽക്കുന്ന വളരെ ക്രൂരമായ ബലാത്സംഗമാണ്. തീർച്ചയായും നാളെ പണിമുടക്കുന്ന IMAയ്ക്കും ഒപ്പം തന്നെ ഹൗസ് സർജന്മാർക്കും ജൂനിയർ ഡോക്ടർമാരോടൊപ്പം ഞാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. തീർച്ചയായും അത് എമർജൻസി മെഡിക്കൽ സർവീസിനെ ബാധിക്കാതെ നിങ്ങൾ
ആ സമരം ചെയ്യുക, ആ സമരം ആവശ്യമാണ്. ഒരു നിയമനിർമ്മാണത്തിന് പാർലമെന്റ് ശ്രമിച്ചു. ശശി തരൂരാണ് ഒരു പാർലമെന്റിൽ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവരുന്നത്. 2023 വന്ദനാദാസിന്റെ പേരിലാണ് സ്വകാര്യ ബില്ല് കൊണ്ടുവരുന്നത്. പക്ഷേ അത് പിന്നീട് സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടില്ല. സംസ്ഥാന സർക്കാർ ആശുപത്രി സംരക്ഷണ ബില്ല് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. രാജ്യത്തെ ഒന്നാകെയുള്ള സ്ഥിതി ഇപ്പോഴും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പലപ്പോഴും അപകടകരമായ സാഹചര്യത്തിലാണ് പണിയെടുക്കുന്നത്. ഇന്ന് മറ്റൊരു വാർത്ത കൂടി വന്നിരുന്നു. ഉത്തരാഖണ്ഡിൽ ഒരു നേഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ഉത്തർപ്രദേശിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ആശുപത്രികൾ സംരക്ഷിക്കപ്പെടണം, അവിടെയുള്ള ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും സുരക്ഷയും ഉറപ്പാക്കണം. ആ പ്രതിഷേധത്തോടൊപ്പം തന്നെയാണ് ഞാനും എൻ്റെ നിലപാട് അറിയിക്കുന്നത്. തീർച്ചയായും മമതാ ബാനർജി പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. സ്മൃതി, രാജ്യത്ത് ഏറ്റവും അധികം വനിതകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അടക്കം അയച്ചിട്ടുള്ള പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് വനിത തന്നെയായ മമതാ ബാനർജി. ആ മമതാ ബാനർജി പൂർണ്ണമായും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. പരാജയപ്പെട്ട ശേഷം ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന മുഖ്യമന്ത്രി അത് ഒരു പരിഹാസ്യമായ കാഴ്ചയാണ്. ഇന്നലെ സ്വാതന്ത്ര്യദിനമായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അർദ്ധരാത്രി കൽക്കത്തയിലെ തെരുവുകളിൽ കാണുന്നത് കൂനിക്കൂടി നടക്കുന്നൊരു വൃദ്ധ മുതൽ കൊച്ചു കുഞ്ഞു വരെ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നടക്കുന്ന വലിയ ജനക്കൂട്ടം എന്ന് വെച്ചാൽ വലിയ ജനസഞ്ചയം. നമ്മൾ നിർഭയയുടെ സമയത്താണ് അങ്ങനെ മെഴുകുതിരിയുമായി നടന്നു നീങ്ങുന്ന വലിയ ജനക്കൂട്ടത്തെ കണ്ടിട്ടുള്ളത്. ആ രൂപത്തിലേക്ക് കൊൽക്കത്തയിലെ പ്രതിഷേധം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ആശുപത്രിക്ക് നേരെ നടന്ന പ്രതിഷേധം അത് 10,70,000 പേരുണ്ടായിരുന്നു. അതാണ് ഹൈക്കോടതി ചോദിച്ചത്. ഇത്രയും വലിയൊരു പ്രതിഷേധം അറിയാനുള്ള രഹസ്യാന്വേഷണ സംവിധാനമൊന്നും ഈ സർക്കാരിനില്ലേ എന്നുള്ളതാണ്. ആ പ്രതിഷേധം എന്നുള്ളത് സ്വാഭാവികമായ പ്രതിഷേധമാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് ഒരു അക്രമികൾ എന്ന രൂപത്തിൽ കാണുന്നത്. അത്രയ്ക്കും രോഷമാണ് ആ ആശുപത്രിക്ക് മുന്നിലേക്ക് കണ്ടത്. കാരണം ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമായിരുന്നു. പെൺകുട്ടി സ്പെക്സ് ഉപയോഗിച്ചിരുന്ന പെൺകുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണടയുടെ ചില്ലുകൾ 2 കണ്ണിലും തറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ആ രൂപത്തിൽ അവരെ അവിടെ കണ്ടിട്ട് അതൊരു ആത്മഹത്യയാണ് എന്ന രൂപത്തിൽ റിപ്പോർട്ട് നൽകണമെങ്കിൽ ആ ആശുപത്രി സംവിധാനത്തിനും അതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ പങ്കുള്ളവരെ അറിയാം. അവരെ സംരക്ഷിക്കാനുള്ള ഒരു രീതിയിലേക്ക് അവർ പോയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തൃണമൂൽ കോൺഗ്രസിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ കാര്യങ്ങളടക്കം ഇപ്പോൾ മമതയുടെ തുടക്കത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വീഴ്ചയിൽ അതിൻ്റെ ഒരു പങ്കുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ CBI അന്വേഷണം നടക്കുമ്പോൾ CBI എങ്ങനെ അന്വേഷിക്കണം, CBI അതിൽ കൃത്യമായി മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നൊക്കെ മുഖ്യമന്ത്രി ഈ തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങി പറയേണ്ട ഒരു കാര്യമല്ല. സ്വാഭാവികമാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധി അടക്കം മുഴുവൻ പാർട്ടികളും മമതയ്ക്കെതിരെ വന്നിട്ടുണ്ട്, രംഗപ്രവേശനം നടന്നിട്ടുണ്ട്, പ്രതികരണവും നടത്തിയിട്ടുണ്ട്. BJP സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ അത് ഉപയോഗിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. BJPയുടെ പ്രതിഷേധം ഇന്നിപ്പോൾ വനിതാ BJP പ്രവർത്തകർ ഇന്ന് അർദ്ധരാത്രിയോടെ പ്രതിഷേധിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ വലിയ പ്രതിഷേധമായി ഉയരുന്നു. രാജ്യവ്യാപകമായ വലിയ പ്രതിഷേധമായി ഇത് മാറിയിരിക്കുന്നു. മുഴുവൻ പ്രതികളെയും കൂട്ടബലാത്സംഗമാണ് എന്ന് ഉള്ള തെളിവുകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ, കുടുംബം തന്നെ ആ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ആ തരത്തിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഒരു പ്രതി, ആ പ്രതി എങ്ങനെയാണ് അവിടെ ആശുപത്രിയിൽ സ്വന്തമായി വിഹരിച്ചത്, അയാൾ എങ്ങനെയാണ് പോലീസിൻ്റെ വാഹനം ഉപയോഗിച്ച് സ്വതന്ത്രമായി സഞ്ചരിച്ചത്, അയാൾക്ക് പെട്രോൾ ഉപയോഗിക്കുന്നതിന് പോലും ഇളവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ അയാൾക്ക് സാധ്യമാകുന്നത് എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്രിമിനലുകളെയാണോ അവിടെ വളർത്തുന്നത്? പൊതുവെ അക്രമ സംഭവങ്ങൾ വലിയ തോതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് പശ്ചിമ ബംഗാൾ. അത് അതിക്രൂരമായ അക്രമ സംഭവങ്ങൾ തന്നെ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ മമതയുടെ 3 ടേമിലും അതിനൊരു തുടർച്ചയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, അവിടെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം വനിതകളെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒക്കെ മത്സരിപ്പിച്ച പാർട്ടി സ്ത്രീകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യം ഉയരുമ്പോൾ മമത പൂർണ്ണമായും പരാജയപ്പെടുകയാണ്. ഒടുവിൽ ഈ പെൺകുട്ടി ഡയറി കുറിപ്പിൽ എഴുതിയത് എന്താണെന്നറിയാമോ? അച്ഛനത് പറഞ്ഞു, എനിക്കൊരു ഗോൾഡ് മെഡൽ നേടണം എന്നാണ് ഈ പെൺകുട്ടി ഡയറി കുറിപ്പിൽ എഴുതിയത്. അത് ഓർത്ത് അച്ഛൻ വിതുമ്പുകയാണ്. നമുക്ക് ഉത്തരവില്ല, സർക്കാരിനും ഉത്തരമില്ല, ആ അച്ഛന് മറുപടിയില്ല എന്നുള്ളതാണ്. എന്നാലും അച്ഛനെടുത്ത ധീരമായൊരു സ്റ്റെപ്പുണ്ട്. നഷ്ടപരിഹാരം എനിക്ക് വേണ്ട, അതെൻ്റെ മകളോട് ചെയ്യുന്ന അനാദരവായിരിക്കും. അവളത് ഓർത്ത് ദുഃഖിക്കും. അവൾക്ക് വേണ്ടത് നീതിയാണ്. അപ്പോൾ ആ നീതിക്കൊപ്പം നമ്മളെല്ലാവരും ആ നീതിക്ക് വേണ്ടി 100% പ്രതിഷേധത്തിനൊപ്പം. അതെ. മമത പരാജയമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും വലിയ പരാജയമാണ് എന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം. മീഡിയ എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Meet the editors.